ലോകം ചുവയ്ക്കല്ലേ കുഞ്ഞേ, നിന്നെ ജഡം നടത്തല്ലേ ലോകേ. സ്വർഗം ചുവയ്ക്കട്ടെ നിന്നെ, ദിവ്യാത്മാ നടത്തട്ടെ നിന്നെ. ലോകം ചുവയ്ക്കല്ലേ കുഞ്ഞേ, നിന്നെ ജഡം നടത്തല്ലേ ലോകേ. സ്വർഗം ചുവയ്ക്കട്ടെ നിന്നെ, ദിവ്യാത്മാ നടത്തട്ടെ നിന്നെ. മുറിവ് പൊറുക്കുന്ന കാലം ഇത്, മുറിവ് പൊറുക്കുന്ന കാലം, മുറിവ് പൊറുക്കുന്ന കാലം, മൃഗത്തിൽ മുറിവ് പൊറുക്കുന്ന കാലം. ഓർക്കുന്നു ആ നൽസുദീനം, നീ രക്ഷിക്കപ്പെട്ടയാ നാള്. വിത്ത് വിതച്ചല്ലോ ഹൃദയേ, ദൈവപുത്രനായി നീ വെളിപ്പെടുവാൻ. ഓർക്കുന്നു ആ നൽസുദീനം, നീ രക്ഷിക്കപ്പെട്ടയാ നാള്. വിത്ത് വിതച്ചല്ലോ ഹൃദയേ, ദൈവപുത്രനായി നീ വെളിപ്പെടുവാൻ. മുറിവ് പൊറുക്കുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ദേശനിവാസികളെ, നിങ്ങളേവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുക. വീണ്ടും ഒരു സുദിനം കൂടി ഈ സ്വർഗത്തിലെ ദൈവം തൻ്റെ ചിന്തകളെ ഈ ലോകത്ത് അറിയിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം തൻ്റെ മക്കളായ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സുവാർത്തയാണ് ഈ ദൈവരാജ്യ സുവിശേഷം. തൻ്റെ രാജ്യത്തിലേക്ക് താൻ സൃഷ്ടിച്ച ഏതു മനുഷ്യരും തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ എത്തണമെന്നുള്ള വലിയ താല്പര്യത്തോടെ നമ്മെ കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരുവാനാണ് ഈ സത്യസുവിശേഷവുമായി ദേശാന്തരങ്ങളിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഈ സ്നേഹ സന്ദേശം ദേശത്ത് ജീവനായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ തിരുവീതികളിലും കടന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെയും താൻ പ്രസംഗിച്ചതായ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും ദേശത്ത് അറിയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തെന്നാൽ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴിയാ കർത്താവായ യേശു ക്രിസ്തു. ആ വഴിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ക്രിസ്തു ആകുന്ന വഴിയിൽ കൂടെ നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഇടത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതാണ് സുവിശേഷത്തിന്റെ പരിപൂർണത. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു നമ്മെ അറിയിച്ച ഉദ്ദേശം, ആ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യർ തെറ്റിയിരിക്കുക. ആ ദൈവത്തിന്റെ ഉദ്ദേശം കേവലം മനുഷ്യൻ അറിയാതെ ജാതിക്കകത്തും മനുഷ്യൻ മതത്തിനകത്തും കിടന്ന നിത്യനാശത്തിലേക്ക് പോകണമെന്നുള്ള പൈശാചികമായ ചിന്താഗതികൾ ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു അറിയിച്ചതായ ലക്ഷ്യം ഈ ലോകത്തുള്ള എല്ലാ ജനജീവിതങ്ങളും അറിയണമെന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്.
ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം നമ്മൾ നീതിയാകുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കണം. ഇന്ന് അനേക വഴികളാ ലോകത്ത്, പല മാർഗങ്ങളുമുണ്ട്, പല ഉദ്ദേശ്യങ്ങളുമുണ്ട്. അതിലെല്ലാം മനുഷ്യൻ അകപ്പെട്ട് അവസാനം കുടുങ്ങിപ്പോകുന്ന ഒരു നിലവാരത്തിൽ കാണുകയാണ്. ആ കുടുങ്ങിപ്പോക്കിനെ കുറിച്ച് ഇന്ന് കേവലം മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവ് മത്തായി സുവിശേഷത്തിനകത്ത് 7:21 മുതലുള്ള വാക്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷവുമായുള്ള ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്ന അവസാനം കർത്താവായ യേശുക്രിസ്തു ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നുള്ള ഒരു നിലവാരത്തിൽ മനുഷ്യൻ ചെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു തലത്തെ കുറിച്ച് മത്തായി സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ക്രിസ്തു അറിയിച്ചതായ വ്യാഖ്യാനങ്ങളൊന്നും തിരിച്ചറിയാതെ ഇന്ന് ലോകത്ത് ആരാധിച്ചും ദൈവത്തെ പാടി പുകഴ്ത്തിയും സുവിശേഷം അറിയിച്ചിട്ടുള്ള ജനജീവിതമാണ് അവിടെ തള്ളപ്പെട്ടത് എന്ന് ഇന്നും ക്രിസ്തീയ തലത്തിന് അറിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിനകത്ത് ലക്ഷ്യം കാണാതെ വരുമ്പോൾ നമുക്ക് ഈ സമയങ്ങളിൽ ദുഃഖം നേരിടുകയാണ്. കാരണം എന്തെന്നാൽ ഈ ഭൂമിയിലെ ഒരു ജനത്തിന്റെ ലക്ഷ്യം എന്തെന്നാൽ, ഒരു മനുഷ്യനായിരിക്കുന്ന തലത്തിൽ അവൻ ചിന്തിക്കുന്നത് എന്തെന്നാൽ തന്റെ ചിന്ത അവസാനം ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നാണ് ഏത് വ്യക്തികളും ആഗ്രഹിക്കുന്നത്. അതുപോലെ സുവിശേഷത്തിന്റെ ലക്ഷ്യം പറയാത്തൊരു സുവിശേഷവുമായി ഇന്ന് ലോകത്ത് അനേക സുവിശേഷങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ സത്യസുവിശേഷത്തിന്റെ പ്രകാശനം ഞങ്ങൾ കൊടുക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേട്ടറിഞ്ഞതുകൊണ്ടാണ്. ദൈവം തലയായി ക്രിസ്തു ശരീരമായി, ശരീരത്തിന്റെ അവയവമായി നമ്മൾ മാറുമ്പോൾ നാം ക്രിസ്തുയേശുവിൽ പിതാവുമായി ഒന്നിക്കുന്നു എന്നുള്ള സത്യം യോഹന്നാന്റെ ലേഖനങ്ങളിലെല്ലാം കാണുമ്പോൾ അതിനകത്ത് ആ വിശ്വാസം പോലെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും സുവിശേഷം അറിയിച്ചും തള്ളപ്പെടുന്ന നിലവാരത്തിലേക്ക് ഇന്ന് മനുഷ്യൻ വരാതിരിക്കാൻ വേണ്ടിയ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ ദേശത്തിന്റെ മധ്യേ പ്രകാശനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, സത്യം എന്ന് പറഞ്ഞാൽ ഒരു സത്യം മാത്രമേ ഈ ഭൂലോകത്ത് നമുക്കുള്ളൂ. അതാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17:3 വാക്യത്തിൽ പറയുന്നത്, ഏകസത്യ ദൈവമായ പിതാവേ, അങ്ങയെയും അങ്ങയച്ച കർത്താവായ എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് വ്യക്തമായും തിരുവെഴുത്തിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു അറിയിക്കുമ്പോൾ ഏകസത്യ ദൈവത്തെയും മനുഷ്യരുടെ തലയായ ക്രിസ്തുവെ കുറിച്ചും ഇന്ന് ജനത്തിനറിയാതെ ലക്ഷ്യമില്ലാത്ത തലത്തിൽ ജീവിച്ച് നശിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം തന്റെ പുത്രനെ നമുക്ക് നൽകിയത് നിത്യമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരുവാൻ നമ്മെ സ്നേഹിച്ച ഒരു പിതാവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് പ്രിയരെ, സുവിശേഷ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ അരികിലാണ്. അവിടെ നമ്മൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഈ ലോക ജീവിതത്തിൽ വിശുദ്ധി പ്രാപിപ്പാൻ, ദൈവപുത്രനോട് അനുരൂപപ്പെടുവാൻ ലോക സ്ഥാപനത്തിനു മുന്നമേ സൃഷ്ടാവ് നമ്മൾ ക്രിസ്തുവിലായി തീർന്ന് തന്നോടുകൂടെ ജീവിക്കണമെന്ന് ഒരു നിയമനം നമുക്ക് നൽകിയിട്ടുണ്ട്. അതും ഇന്ന് ഈ വിശ്വാസഗോളത്തിന് തിരിച്ചറിവില്ല. അതുകൊണ്ട് പ്രിയരെ, ഈ ഭൂമിയിൽ ദൈവവിശ്വാസത്തിന്റെ കീഴിലേക്ക് നമ്മൾ വരുന്നതിന്റെ മുഖ്യ ലക്ഷ്യം എന്തെന്നാൽ ഈ ലോക ജീവിതം കൊണ്ട് നശിക്കാതെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തന്റെ പുത്രനെ തകർത്തു കളഞ്ഞ്
നമുക്കൊരുക്കിയ രക്ഷ സത്യമായും തിരിച്ചറിഞ്ഞ് ഏക സത്യദൈവത്തിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണത ക്രിസ്തുയേശുവിൽ കൂടെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയണം പ്രിയരെ. ആ യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ കാലഘട്ടത്തിൽ സുവിശേഷം മറഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ മറന്നീക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ദൈവരാജ്യത്തിന്റെ ചിന്തകളെ ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ ഈ ദേശത്തെ ഉണർത്തുന്നതിന്റെ കാരണം എന്തെന്നാൽ ഈ രാജ്യത്തിൽ നമ്മുടെ ജീവിതം വേഗത്തിൽ അവസാനിക്കുമെന്നും ഇതിനപ്പുറത്ത് മരണമില്ലാത്തൊരു രാജ്യം നമുക്കുണ്ട്, അതിനകത്ത് നമ്മൾ ജീവിക്കാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ കൂടെ അനുരൂപപ്പെട്ട് നമ്മൾ ആ ദൈവഭവനമായി തീരുവാൻ നമ്മെ രക്ഷയ്ക്ക് ദൈവം വിളിച്ചു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ അറിയിച്ച സുവിശേഷം ഒരു വ്യക്തി പോലും മറന്നു പോകാതെ മർക്കോസിന്റെ സുവിശേഷം 1:15 വ്യക്തമായി പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് ക്രിസ്തു നമ്മെ അറിയിച്ചു. ഈ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ പ്രിയരെ. ഈ കർത്താവ് നമ്മെ അറിയിച്ച ഈ അറിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അതുകൊണ്ട് ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഈ രാജ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു ജാതിയിലേക്കോ മതത്തിലേക്കോ ഒരു സംഘടനയിലേക്കോ ഗ്രൂപ്പിലേക്കോ അല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്. നിത്യം സമാധാനത്തോടുകൂടെ ജീവിപ്പാൻ, ആരെയും ഭയപ്പെടാതെ തക്കവണ്ണം ജീവിപ്പാൻ നമുക്കൊരുക്കപ്പെട്ട ഒരു ദൈവഭവനമുണ്ട്, ആ സ്വർഗീയ കുടുംബം. ആ നിത്യം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ അതിലേക്ക് യേശു ക്രിസ്തു നമ്മെ ദൈവരാജ്യത്തിന്റെ സുവിശേഷങ്ങളുടെ ചിന്ത നമ്മെ അറിയിക്കുമ്പോൾ അത് അവഗണിക്കാതെ അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനസ്സുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ ദേശത്തെ ആയിരിക്കുന്ന ഏവരെയും ഈ സത്യസുവിശേഷം അറിയിച്ചുകൊണ്ട് ഈ സുവിശേഷ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.